ഈ കാണുന്ന സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിൽ നിന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ച ഒരു കാരണം, ഇത് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ ദ ബിഗ്ഗസ്റ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ MBIFL 6th എഡിഷനിലാണ്. ആൻഡ് നമ്മൾ ഈ കാണുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത ഒറ്റ തവണ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ നിന്നാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ആണെങ്കിൽ വണ്ടി കയറ്റി ഇറക്കുക, ഇത് പൊട്ടൂല. ഇത് വേണമെങ്കിൽ ജസ്റ്റ് നിലത്തിട്ട് കാണിച്ചു തരാം. 50% നോൺ റീസൈക്കബിൾ പ്ലാസ്റ്റിക് വേസ്റ്റാണ്. എളുപ്പത്തിൽ എനിക്കോ നിങ്ങൾക്കോ വേണമെങ്കിൽ മെറ്റീരിയൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. വൺസ് ലോക്ക്ഡ് വേറെ സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ 0. അപ്പോൾ വെള്ളം കുടിക്കാത്തതുകൊണ്ട് തന്നെ ഓവർ ദ പീരീഡ് ഈ മെറ്റീരിയലിന് ഒരു പ്രശ്നം വരാനില്ല. ഫാക്ടറി റൺ ചെയ്യുന്നത് 16ഓളം സ്ത്രീകൾ ലോക്കലി നമ്മൾ അവരെ സോഴ്സ് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്യുന്നൊരു സ്ഥിതിയോ അവർ തന്നെ ആ ഫാക്ടറി റൺ ചെയ്യുന്നൊരു സ്ഥിതിയിലുമാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. വേസ്റ്റൊക്കെ ഈ പ്ലാസ്റ്റിക് ബാഗിലൊക്കെ കെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവൊക്കെ റോഡ് സൈഡിൽ വന്ന് കഴിക്കുന്നത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം മാത്രമല്ല, ഈ പ്ലാസ്റ്റിക് ബാഗ് എടുക്കുക. കാരണം അവർക്ക് അതിൻ്റെ ഒരു കോൺഷ്യസ്നെസ് ഇല്ല, ഇത് കഴിക്കാൻ പാടില്ല എന്ന്. മീനുകൾ ഇത് കഴിക്കുന്ന മീനിലൂടെ നമ്മൾ കഴിക്കുന്നു. അപ്പം ഇതിലൊരു ഇമ്പാക്റ്റ് നമ്മൾ കൊണ്ടുവന്നാലുള്ളൂ ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആവുക. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക വൺ ഓർ ദി അതർ വേ ഹ്യൂമൻസിന് തന്നെയാണ്.